നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടുത്ത ഏതാനും മണിക്കൂറുകൾ ലോക ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള മണിക്കൂറുകളായി തീരുമോ? ഒരു വശത്ത് അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിൽ ശക്തി വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു വശത്ത് ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടി അതിലും ശക്തമായിരിക്കും എന്ന മുന്നറിയിപ്പ് ആവർത്തിക്കുന്നു. ഇതിനിടയിൽ ഗാസയിൽ വീണ്ടും കനത്ത ബോംബാക്രമണം. സാധാരണ ജനങ്ങളുടെ ദുരിതം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വെറും 3 വാർത്തകളല്ല, ഒരേ തീക്കനലിൽ കത്തുന്ന 3 മേഖലകളാണ്: ഇറാൻ, അമേരിക്ക, ഗാസ. ഈ 3 വാക്കുകൾ ഇന്ന് ലോക ഓഹരി വിപണിയിൽ നിന്ന് എണ്ണവിലയിലേക്കും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയിൽ നിന്ന് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലേക്കും വരെ വലിയ സ്വാധീനം ചെലുത്തുകയാണ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കും എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾക്ക് പിന്നാലെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനോ മറ്റ് സൈനിക നീക്കങ്ങൾ നടത്താനോ അമേരിക്ക ശ്രമിച്ചാൽ അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ഇറാനിലെ ബുഷഹർ പ്രവിശ്യയുടെ തീരത്ത് നിന്ന് ഏകദേശം 55 കിലോമീറ്റർ അകലെയാണ് ഖാർഗ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ എണ്ണ വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ നിന്നാണ് ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% നടക്കുന്നത്. ആഴക്കടൽ സൗകര്യമുള്ളതിനാൽ അതിവലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾക്ക് പോലും ഇവിടെ നങ്കൂരമിടാനും എണ്ണ കയറ്റാനുമാകും. അതുകൊണ്ട് തന്നെ ഖാർഗ് ദ്വീപ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ്ജ കയറ്റുമതിക്കും നിർണായക കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കയുടെ ഒപ്പുവെച്ച ഇടക്കാല ധാരണാപത്രത്തെക്കുറിച്ചും ബഗായി പ്രതികരിച്ചു. ധാരണാപത്രം വ്യക്തവും സംശയങ്ങൾക്ക് ഇട നൽകാത്തതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ധാരണാപത്രം ആകെ 14 വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഹ്രസ്വരേഖയാണ്. ഇതിൽ യാതൊരു അവ്യക്തതയുമില്ല. കരാർ ലംഘിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ന്യായീകരണവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാവി നിയന്ത്രണം സംബന്ധിച്ചും ഇറാൻ നിലപാട് ആവർത്തിച്ചു. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാവി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം ഇറാന്റേതാണെന്നും ഒമാനുമായും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായും കൂടിയാലോചിച്ചായിരിക്കും തുടർ നടപടികളെന്നും ബഗായി പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. ആക്രമണം രൂക്ഷമായതോടെ കപ്പലിലെ ജീവനക്കാർക്ക് കപ്പൽ ഉപേക്ഷിച്ച് അടിയന്തരമായി രക്ഷപ്പെടേണ്ടി വന്നു. മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ അമേരിക്ക തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇറാന്റെ ഈ ശക്തമായ തിരിച്ചടി. ലോകത്ത് വിപണനം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും 1/5 ഭാഗവും കടന്നുപോകുന്നത് തന്ത്രപ്രധാനമായ ഈ കടൽപാതയിലൂടെയാണ്. അമേരിക്കൻ സൈന്യം തുടർച്ചയായി 10 രാത്രികളിൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തിയിട്ടും ഹോർമൂസ് കടലിടുക്കിലെ സ്വാധീനം വിട്ടുകൊടുക്കാൻ ടെഹ്റാൻ തയ്യാറായിട്ടില്ല. കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോളതലത്തിൽ വൻ ഇന്ധനക്ഷാമത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും വഴിവെക്കും എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഇതിനിടെ ഹമാസ് തലപ്പത്ത് ഖലീൽ അൽഹയ്യയെ നിയമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം വധിച്ച യഹ്യ സിൻവാറിന് പകരമായാണ് ഖലീൽ അൽഹയ്യയെ തങ്ങളുടെ പുതിയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചത്. മുമ്പ് പലസ്തീൻ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചെയർമാനും 5-അംഗ കൗൺസിലിലെ അംഗവുമായിരുന്നു അൽഹയ്യ. 2024 ഗാസയിലെ മുൻനിര ഹമാസ് നേതാവായ യഹ്യ സിൻവറും സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫും കൊല്ലപ്പെടുകയും അതേ വർഷം ടെഹ്റാൻ സന്ദർശനത്തിനിടെ മറ്റൊരു നേതാവായ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുകയും ചെയ്തതോടെയാണ് അൽഹയ്യ നേതൃത്വത്തിലേക്ക് വന്നത്. നേതൃനിരയിലെ പ്രമുഖർ കൊല്ലപ്പെട്ടതോടെ 2024 അവസാനം രൂപീകരിച്ച താൽക്കാലിക 5-അംഗ ഭരണസമിതിയായ ഹമാസിന്റെ നേതൃത്വ കൗൺസിലിനെ നയിക്കുന്ന 5 നേതാക്കളിൽ ഒരാളായി അൽഹയ്യ മാറി. 2025 ഒക്ടോബറിൽ ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലെത്തിയപ്പോൾ ഹമാസിന്റെ പ്രധാന മധ്യസ്ഥൻ അദ്ദേഹമായിരുന്നു. എന്നാൽ ഗാസയിലെ രൂക്ഷമായ മാരകമായ ഇസ്രയേലി ആക്രമണങ്ങൾക്ക് വിരാമമിടാൻ ഈ കരാറിന് സാധിച്ചില്ല. അൽഹയ്യ തന്നെ കുറഞ്ഞത് 2 തവണയെങ്കിലും ഇസ്രയേൽ സൈന്യത്തിന്റെ വധശ്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അൽഹയ്യയുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 ആക്രമണങ്ങളുടെ പ്രധാന ആസൂത്രകരിൽ ഒരാളെന്ന് ഇസ്രയേൽ ആരോപിച്ച യഹ്യ സിൻവാർ തൊട്ടടുത്ത വർഷം 2024 ഗാസയിൽ വെച്ച് ഇസ്രയേലി സൈനിക നടപടിയിൽ കൊല്ലപ്പെടുകയായിരുന്നു. സിൻവറിന്റെ മരണശേഷം മുതിർന്ന നേതാവായ മുഹമ്മദ് ദർവീഷിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ നേതൃത്വ കൗൺസിലാണ് ഹമാസിന്റെ ഭരണപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. 1960 ജനിച്ച ഖലീൽ അൽഹയ്യ കഴിഞ്ഞ വർഷം ദോഹയിൽ വെച്ചുണ്ടായ ഇസ്രയേൽ വധശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്.
എന്നാൽ ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടിരുന്നു. മുൻ ഹമാസ് മേധാവിയും പ്രമുഖ നേതാവുമായ ഖാലിദ് മഷാലിനെ പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെയാണ് ഖലീൽ അൽ-ഹയ്യ പുതിയ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് മുതിർന്ന ഹമാസ് ഭാരവാഹി വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇസ്താംബൂളിൽ വെച്ച് നടക്കുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ യോഗത്തിൽ പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഹമാസിന്റെ നേതൃത്വ ഘടന പുനഃസംഘടിപ്പിക്കുകയും ചെയ്യും. നിലവിലെ 5 അംഗ നേതൃത്വ കൗൺസിൽ പിരിച്ചുവിട്ട് പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും. സുരക്ഷാ ഭീഷണികളും ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിരവധി രാഷ്ട്രീയ സൈനിക നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതീവ രഹസ്യവും സങ്കീർണവുമായ നടപടിക്രമങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയതെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ-ഖസാം ബ്രിഗേഡ്സ് ഖലീൽ അൽ-ഹയ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗസയിലെ ഷജയ്യ ജില്ലയിൽ നിന്നുള്ള അൽ-ഹയ്യ ഹമാസിന്റെ സ്ഥാപക നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ദീർഘകാലമായി ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിൽ അംഗമായ ഇദ്ദേഹം ഗ്രൂപ്പിന്റെ നയരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഹമാസിന്റെ ഉന്നത നേതൃനിരയിലെ പ്രധാനിയായ ഇദ്ദേഹം ഗസയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും ചർച്ചകളിൽ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന മുഖ്യ ശബ്ദമായിരുന്നു. ഇസ്രയേലുമായുള്ള തടവുകാർ, വെടിനിർത്തൽ ചർച്ചകൾ എന്നിവയിൽ ഹമാസിനെ പ്രതിനിധീകരിച്ച് നിരന്തരം മുൻനിരയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദോഹ കേന്ദ്രീകരിച്ചാണ് അൽ-ഹയ്യ പ്രവർത്തിച്ചിരുന്നത്. ഇസ്രയേലിന്റെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ള നേതാക്കളിൽ ഒരാളാണ് അൽ-ഹയ്യ. ഇസ്രയേലുമായുള്ള സംഘർഷങ്ങളിൽ പലതവണ ഇദ്ദേഹത്തിന്റെ വസതികളും ഓഫീസുകളും ഇസ്രയേലിന്റെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. 2007 നടന്ന ആക്രമണത്തിൽ അൽ-ഹയ്യയുടെ കുടുംബത്തിലെ പല അംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. യഹ്യ സിൻവാറിന്റെ മരണശേഷം ആഗോളതലത്തിൽ ഹമാസ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് അൽ-ഹയ്യയുടെ നിയമനം നടക്കുന്നത്. പുതിയ നേതൃത്വത്തിന് കീഴിൽ ഹമാസിന്റെ നയതന്ത്ര രാഷ്ട്രീയ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. നിലവിൽ ഗസയിലെ ഭരണസമിതി ഹമാസ് പിരിച്ചുവിട്ടിരുന്നു. ഇസ്രയേലിന്റെ അധിനിവേശത്തിന് നൽകുന്ന എല്ലാ ഒഴിവുകഴിവുകളും ഇല്ലാതാക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കിയാണ് ഹമാസ് ഗാസയിലെ ഭരണം അവസാനിപ്പിച്ചത്. ഇറാനും പലസ്തീനിയൻ സംഘടനയായ ഹമാസും തമ്മിൽ ദശാബ്ദങ്ങളായി അടുത്ത സഖ്യമുണ്ട്. ഇറാനിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ സ്വീകരിക്കുന്ന ഹമാസ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിന്റെ പ്രധാന ഭാഗമാണ്. ഹമാസ് നേതാക്കൾ ഇറാന്റെ പരമോന്നത നേതാക്കളുമായി നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തുകയും ടെഹ്റാനിൽ ശക്തമായ നയതന്ത്ര പിന്തുണ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യയശാസ്ത്രപരമായി ഇറാൻ ഒരു ഷിയ മുസ്ലിം രാജ്യവും ഹമാസ് ഒരു സുന്നി മുസ്ലിം സംഘടനയുമാണ്. എങ്കിലും ഇസ്രയേൽ വിരുദ്ധതയും അമേരിക്കൻ വിരുദ്ധതയുമാണ് ഇവരെ ഒന്നിപ്പിക്കുന്ന ഏക പ്രധാന ഘടകം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനും US-നും എതിരെ ഇറാൻ രൂപീകരിച്ചിട്ടുള്ള സഖ്യത്തിന്റെ പ്രധാന ഭാഗമാണ് ഹമാസ്. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ എന്നിവർക്കൊപ്പമാണ് ഹമാസും ഈ സഖ്യത്തിൽ അണിനിരക്കുന്നത്. ഇറാനെതിരെ സൈനിക സമ്മർദ്ദം ശക്തമാക്കാൻ ഡൊണാൾഡ് ട്രംപ് വിവിധ സാധ്യതകൾ പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ട്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഖാർഗദ്വീപ് പിടിച്ചെടുക്കുക, ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായി കരുതുന്ന പിക്കാക്സ് മൗണ്ടൻ സമുച്ചയത്തിൽ ആക്രമണം നടത്തുക തുടങ്ങിയ സൈനിക നടപടികളാണ് അമേരിക്ക പരിഗണിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഖാർഗദ്വീപ് അമേരിക്കയുടെ നിയന്ത്രണത്തിലായാൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയെ നേരിട്ട് ബാധിക്കാനും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിൽ പശ്ചിമേഷ്യയിൽ വിവിധ സൈനിക താവളങ്ങളിലായി ഏകദേശം 50,000 അമേരിക്കൻ സൈനികർ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ഖാർഗദ്വീപ് പിടിച്ചെടുക്കാനുള്ള ഏതൊരു നീക്കവും അമേരിക്കൻ സൈന്യത്തെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് കൂടുതൽ വിധേയരാക്കുമെന്നും സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.